ഹായ് നമസ്കാരം. സിക്സർ ഫിഷിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ആർപ്പോ ഫിഷിങ്ങിന് വേണ്ടിയാണ് നമ്മുടെ വീഡിയോ നടക്കുന്നത്. ഇത് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു പോൾ റോഡാണ്, ഒരു ബെസ്റ്റ് പോൾ റോഡ്. എൻ്റെ കടയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ആർമി എന്ന് പറയുന്ന ഒരു ടെലസ്കോപ്പിക് പോൾ റോഡ്. ടെലസ്കോപ്പിക് എന്ന് പറയുമ്പോൾ അറിയാലോ, ചുരുക്കിക്കരുത്. പിന്നെ ഒരു കാര്യം, നമ്മൾ പോൾ റോഡ് യൂസ് ചെയ്യുന്നവരും പോൾ റോഡ് മേടിക്കാൻ എൻ്റെ കടയിൽ നിന്നല്ല, ഏത് കടയിൽ പോയാലും പോൾ റോഡ് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഒരു രീതിയുണ്ട്. അത് തുറക്കേണ്ട രീതി അത് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടിട്ട് പോൾ റോഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ അത് തുറക്കാം, എങ്ങനെ മടക്കാം, അല്ലെ എങ്ങനെ അത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് പറയാം. അത് കഴിഞ്ഞ് ഇതിൻ്റെ വിലയും ഇതിൻ്റെ ലെങ്തും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഫസ്റ്റ് നമ്മളെന്താ, ഒരു പോൾ റോഡ് കൈ കിട്ടിയാൽ എന്തുവാ ചെയ്യേണ്ടത്? പോൾ റോഡ് എങ്ങനെ തുറക്കാം? ചുമ്മാതെ ചായ ആറ്റുന്ന കണക്കിട്ട് ആട്ടും ചിലർ. ഇങ്ങനെ ഇങ്ങോട്ടാക്കി പിന്നെ പിടിച്ച് മേളോട്ട് പൊക്കി, എന്നിട്ട് ഇതെൻ്റെ എല്ലാവരുടെ ഇടയ്ക്കോട്ട് കയറി ഏതെങ്കിലും ഒരു സ്റ്റിക്ക് ഞെരുങ്ങിയിരുന്ന് പിന്നെ തുറക്കാൻ പറ്റാതായി ആകെ നാശമായി എടുത്ത് ഫിഷിങ് തന്നെ മതിയാക്കി പിന്നെ പോത്തില്ല, എല്ലാം ഒടിച്ചു പറിച്ച് കളഞ്ഞു. അപ്പൊ മര്യാദക്ക് യൂസ് ചെയ്താൽ എത്ര നാൾ വരെ എന്ത് സാധനവും, ഫിഷിംഗ് റോഡെന്നല്ല എന്ത് സാധനം, അതിന്റെ യൂസ്ഫുള്ള് കറക്റ്റ് മനസ്സിലാക്കി യൂസ് ചെയ്താൽ ഒത്തിരി നാൾ നമുക്ക് എൻജോയ് ചെയ്ത് ഫിഷിങ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് തുറക്കേണ്ടത് കാണിച്ചു തരാം. ആള് പറഞ്ഞ് വെള്ളത്തിൽ പോരുത്. അപ്പൊ ഇത് തുറക്കേണ്ടത് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പോൾ റോഡ് നമ്മൾ തുറക്കണം. ഇതിന്റെ ഇവിടെ ഒരു ക്യാപ്പുണ്ട്, ഇവിടെ രണ്ടിടത്തും രണ്ട് ക്യാപ്പുണ്ട്. തുറക്കേണ്ട ക്യാപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ വലിച്ചൂരുന്ന സാധനമായിരിക്കും. അല്ല, ഇത് കറക്കി തിരിച്ച് ഊരി അങ്ങോട്ട് ഊരി ഒരു പോക്ക് പോകും, മുന്നോട്ട് പിടിക്കുമ്പോൾ മുന്നോട്ട് പോയി ലാസ്റ്റ് പിടിച്ചിരിക്കുന്ന ഈ കുഴല് മാത്രം കൈ കിട്ടും, ബാക്കിയെല്ലാം നാല് വശത്തോട്ടും തെറിച്ചു പോകും. ഇതൊക്കെ നടക്കുന്ന സംഭവം. നമ്മുടെ എക്സ്പീരിയൻസ് അനുഭവത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്തെടുക്കണം, പോൾ റോഡ് കൈ കിട്ടിയാൽ തുറക്കേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെ ഇങ്ങനെ തുറക്കുക, എന്നിട്ട് ഇത് സൂക്ഷിച്ച് കൈ വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് ഇങ്ങനെ വിരലുണ്ടെങ്കിൽ തപ്പി പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുക. അപ്പൊ നമുക്ക് ഈ റിബൺ പോലത്തെ ഫസ്റ്റ് എൻഡ് കിട്ടും. എന്നിട്ട് എന്തെടുക്കണം, ഈ ലോക്ക് ചെയ്യണം. അവനെ ലോക്ക് ചെയ്യണം, രണ്ടാമതും ലോക്ക് ചെയ്യണം, മൂന്നാമത് ഇവനെ ലോക്ക് ചെയ്യണം, നാലാമത് ലോക്ക് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇവനെ തുറന്നു വിടാവുള്ളൂ. ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്ന ഈ പോൾ റോഡിന് എത്ര 360 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 12 അടി ലെങ്ത് ആണ്. 12 അടി ലെങ്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ലെങ്ത് തന്നെ. നമുക്ക് സാധാരണ ഫിഷിങ്ങിന് ഇതൊക്കെ ധാരാളം. കണ്ടോ, അതാ ആ തെങ്ങിന്റെ മണ്ടേ വരെ സാധനം പോയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ നല്ല ഡീപ്പായി ഇതുപോലുള്ള കല്ലിന്റെ ഒക്കെ പുറത്തിടാണെങ്കിൽ ചൂണ്ടയിടുന്നതിന് ചൂണ്ടയിടാനൊക്കെ നല്ല സിമ്പിളായിട്ട് ചൂണ്ടയിടാൻ പറ്റും. അപ്പൊ അതാണ് ഇതിന്റെ ലെങ്ത്. ഇനി മടക്കുന്നത്, ഇനി ഈ റോഡ് എങ്ങനെ മടക്കാമെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. ഓടിപ്പോയി ചിലർ ഇത് തുറന്നു വെച്ചിട്ട് ഇത് ടൈറ്റ് ആക്കത്തില്ല, ചുമ്മാ ഇങ്ങനെ ആട്ടി തുറന്നങ്ങ് വിടും. എന്നിട്ട് ഇത് ലൂസായി തന്നെ വരും. ഇങ്ങനെ പിടിക്കുമ്പോൾ കിടക്കിട്ട് നമ്മൾ താഴോട്ട് വരും. അപ്പൊ അതൊക്കെ മണ്ടത്തരവാ. ലോക്ക് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് ലെങ്ത് നിർത്തണം, ഇതുപോലെ നിർത്തണം. പിന്നെ താഴെ വരത്തില്ല. കേട്ടോ, എന്ത് ചെയ്താലും താഴോട്ട് വരത്തില്ല. അപ്പൊ അതാണ് ഇതിന്റെ പൊസിഷൻ. പിന്നെ മടക്കുന്നത് കാണുമ്പോൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്, ഇങ്ങനെ പറഞ്ഞു തന്നാലേ ഇത് യൂസ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് കിട്ടുമ്പോൾ തന്നെ ഒടിക്കും. എന്റെ രീതി അങ്ങനെ. ഞാൻ എൻ്റെ കടയിൽ വന്നാലും ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഫിഷിങ്ങിനെ കുറിച്ച് പറഞ്ഞു തന്നെ ഞാൻ സാധനം കൊടുക്കത്തുള്ളൂ. എന്നിട്ട് അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. കിട്ടുമ്പോൾ തന്നെ ഓടിക്കും. ഇത് പലരും ഗൾഫിൽ നിന്നൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് ഈ എന്തുവാ ഈ ഷെയ്ഡിനകത്തും അലമാരയുടെ മേലിലൊക്കെ വെച്ച് തുരുമ്പെടുത്ത് പോകുന്ന ഒത്തിരി ഫിഷിംഗ് റോഡുകളൊക്കെ ഉണ്ട്. അതെല്ലാം ലാസ്റ്റ് നമ്മുടെ ഈ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി, ഇപ്പൊ ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് തുടങ്ങിയതിന് ശേഷം ഒത്തിരി ആൾക്കാർ യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട് അവരുടെ ഈ എന്തുവാ ഇങ്ങനെ തട്ടുമ്പുറത്തിരുന്ന സാധനങ്ങളെല്ലാം. അപ്പൊ സോറി മറന്നുപോയി ഇത് മടക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിവർത്തി വെച്ച സാധനം അടുത്ത് രാകേഷ് ഇത് കണ്ടോ, ഈ സാധനം ഇവിടുത്തെ ജോയിന്റ് തന്നെ ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്ത് മടക്കണം. എന്നിട്ട് ഇതും ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, അത് പോയി. കണ്ടോ, ഇവിടുന്ന് തന്നെ മടക്കി പോകണം. ഈ ടെലസ്കോപ്പിക് സാധനം ആയതാണ്ട് 1 by 1 ആയിട്ട് അതിന്റെ ഉള്ളോട്ട് പോകുന്നതാണ്. കണ്ടോ, എന്നിട്ട് ലാസ്റ്റ് എന്ത് ചിലപ്പോൾ ഞെരുങ്ങി കയറുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ട്രിക്ക് പറഞ്ഞു തരാം. അകത്തോട്ട് പോയി ഇങ്ങനിട്ട് ഞെരുങ്ങിപ്പോയെന്ന് ഇങ്ങനെ ഇട്ട് കുത്തിക്കറക്കി ഇവിടെ കൊണ്ട് ഒടിഞ്ഞു പോകും. പ്രഷർ കൊടുത്താൽ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. അപ്പൊ ചെയ്യേണ്ടത് ഇങ്ങനെ വളരെ സിമ്പിളാണ്. ഒരു എയർ മേലോട്ട് നോക്കി താഴോട്ട് ഒരു എയർ അങ്ങ് കൊടുത്തത് കറക്റ്റായിട്ട് അവൻ താഴോട്ട് പോകും. ഇതുപോലെ കുറെ ഈ ഗൈഡുകളുള്ള റോഡും അങ്ങനെ തന്നെ ചെയ്യാം. നമ്മൾ ഞെരുങ്ങിയിരിക്കുന്ന സാധനം മേലോട്ട് പോക്കുക, താഴോട്ട് വരിക. വേണേൽ കുറച്ചും കൂടെ പ്രഷർ കൊടുക്കുക, ഈ ബാക്ക് കൂരിയായിട്ട് ഇങ്ങനെ അത് ഉറപ്പായിട്ടും താഴോട്ട് പോയിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഇത് ക്ലോസ് ചെയ്യേണ്ട രീതി. അത് മനസ്സിലായല്ലോ. പിന്നെ ഇതിന്റെ എൻഡ്, ഇപ്പൊ ഇത് നൂല് കിട്ടിക്കഴിഞ്ഞാൽ കെട്ടേണ്ട രീതി എന്ന് പറയുമ്പോഴത്തെ ഈ എൻഡിൽ ഒരു കെട്ട് കെട്ടിയിട്ട് ഏത് രീതിയിൽ വേണേൽ കുരുക്കെട്ട് കെട്ടി വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് മടക്കിയിട്ട് ഈ സാധനം ഇങ്ങോട്ട് മടക്കിയിട്ട്
ചെറിയൊരു ഗൈഡ്, നമ്മുടെ റീലിന്റെ ഒക്കെ ഗൈഡ് വെച്ച് അങ്ങ് ഉറപ്പിക്കുക. പച്ച കൊടുത്തിട്ട് അങ്ങോട്ട് ഉറപ്പിച്ചാൽ ഒരു ഗൈഡ് പോലെ കിട്ടും. ആ ഗൈഡിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷിങ് ചെയ്യാം. അത് നമ്മുടെ ഓരോരുത്തരുടെ ഐഡിയ യൂസ് ചെയ്താൽ മതി. പിന്നെ മീൻ കിട്ടുമ്പോഴത്തേക്ക് മീൻ ഹുക്കായി ഇങ്ങനെട്ട് ഹുക്കപ്പ് ഒന്നും ചെയ്യേണ്ട. ഈ റോഡിന് ഹുക്കപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു റോഡിന് ഹുക്കപ്പ് കൊടുക്കണ്ട. ഫിഷിംഗ് റോഡ് എല്ലാം ഹുക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ് റോഡ് ആക്ഷൻ എന്ന് പറയുന്ന സാധനം. റോഡിന്റെ ടിപ്പ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഹുക്കപ്പിന് വേണ്ടി അവർ കമ്പനി തന്നെ സെൻസിറ്റീവായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു റോഡ് റീലിനകത്ത് ഈ റോഡിനകത്ത് കെട്ടിയിരിക്കുന്ന നൂല് വന്ന് മീൻ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് വളഞ്ഞു കൊടുക്കും. കണ്ടോ, ഓട്ടോമാറ്റിക്കലി അതിന്റെ റട്ടർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ പൊക്കുക എന്നുള്ളതാണ്. ആ റോഡ് തന്നെ അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെ പിടിക്കുന്ന സാധനം ഓട്ടോമാറ്റിക്കലി ഹുക്കപ്പ് ആവും. അത് നമ്മളും കൂടെ പൊക്കി ഇത് ഒടിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ വലിയ ഹുക്കപ്പ് ഒന്നും കൊടുക്കണ്ട. വേണമെന്നുണ്ട് ചെറുതായിട്ട് അത് നമ്മുടെ ഒരു ഐഡിയ ഒന്ന് ഹുക്കപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 360 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 12 അടി ലെങ്ത്. ഇതിന്റെ വില വെറും 400 രൂപയുള്ളൂ. 450 നമുക്ക് കേരളത്തിൽ എവിടെയും, കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെയും ഞാൻ അയച്ചു തരാം. പോരെ? അപ്പൊ ഈ സാധനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവര് മേടിക്കുക. വിളിക്കേണ്ട നമ്പർ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9496262571 എന്ന് പറയുന്ന നമ്പറാണ്. നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണേലും അയച്ചു തരാൻ പറ്റും. only 450 rupees only this product. So anywhere all over India we can send. Okay. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. only 400 rupees ആണ്. ആർമി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് ഇത്. ഹമൂർ വരെ പിടിച്ചു ആരാണ്ടൊക്കെ പിള്ളേർ ഇതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. അവൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഹമൂർ 1 കിലോ 2 കിലോ വലിപ്പമുള്ള ഹമൂർ വരെ പിടിച്ചു. എന്നും പറഞ്ഞ് ഹമൂർ പിടിക്കാനല്ല ഈ സാധനം. ഇത് ബൈറ്റ് ഫിഷിംഗ് ആണ്. ഇത് ഈ സാധാരണ ചെറിയ ചെറുമീൻ, ചെറിയ സിലോപ്പിയ, കരിമീൻ, ചെറിയ കണമ്പെന്ന് ഞങ്ങളുടെ മിൽക്ക് ഫിഷ് എന്ന് പറയുന്ന പറയുന്നത് മാലാന്നൊക്കെ പറയുന്ന മീന്, ചെറിയ ഐറ്റംസ്, ചെറിയ മീൻ പിടിക്കാനാണ് ഈ പോളോട്. അത് ഇവിട്ടോട്ട് ഹമൂറും കട്ട്ലയൊക്കെ പിടിക്കാൻ ഒടിഞ്ഞ് 4 കഷ്ണമായിട്ട് ഇരിക്കും. അപ്പൊ അത് ബൈറ്റ് ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ സാധനം നമുക്ക് അയച്ചു തരാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ എനിക്ക് ഈ പ്രോഡക്റ്റ് മേടിക്കാനും മറക്കണ്ട. ചെറിയ പിള്ളേർക്കൊക്കെ ഇതൊക്കെ മേടിച്ചു വിടാം. അവര് ഫിഷിങ് ചെയ്യട്ടെന്ന് നമ്മൾ രക്ഷകർത്താക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാ. പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുത്ത് അവരൊക്കെ ചൂണ്ടയിട്ട് ഈ മൊബൈലും പിടിച്ച് കളിപ്പിച്ച് പെരക്കാത്ത അടച്ചിട്ട് വളർത്തുന്നതല്ല. പിള്ളേർ പുറത്തിറങ്ങി ചൂണ്ടയിടാനും നാട് കാണാനും ഒക്കെ പോകാനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അവർ ഈ നാടും ഭൂമിയും ഒക്കെ കണ്ട് ജീവിക്കേണ്ടവരാ. അല്ലാതെ അവരെ രണ്ട് മൊബൈലും കൊടുത്ത് പെരക്കാത്തിട്ട് അല്ലെ ബോയിലർ ചിക്കൻ പോലെ വളർത്തി എടുത്ത് എന്തെടുക്കാനാ? ഇവരെയൊക്കെ വെളിയിൽ ഇറക്കി കളിപ്പിച്ച് ക്രിക്കറ്റും കളിച്ച് നാട് മൊത്തം കറക്കി എല്ലാം ആസ്വദിച്ച് ജീവിക്കാനാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. അതാണ് ജീവിതം. ജീവിതം ആസ്വദിക്കാനുള്ളത്. അത് എന്നാലേ നമുക്ക് ജീവിതം ഫിനിഷ് ആകത്തുള്ളൂ. ഇതെല്ലാം ചെയ്ത് തന്നെ ജീവിച്ച് തീരണം. ഓക്കെ, അതാണ് നമ്മൾ ലൈഫിൽ മെയിനായിട്ട് ചിന്തിക്കേണ്ട കാര്യം. അതാണ്. അല്ല കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് പെരക്കാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇതൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പൊ ഫിഷിങ് എൻജോയ് ചെയ്യാം. താങ്ക് യു. ബൈ.